ആദ്യം ശ്രീ പ്രേംകുമാർ, ഇന്നിപ്പോൾ സഭയിലുണ്ടായ കാര്യങ്ങൾ, ധനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ കേട്ടതാണ്. ജോസഫിന്റെ മരണത്തിന് ഉത്തരവാദി സർക്കാരല്ല എന്നൊരു വാദം സർക്കാരിനുണ്ടോ? ക്ഷേമ പെൻഷൻ കിട്ടാത്തതാണ് മരണകാരണമെന്ന് കരുതുന്നില്ല എന്ന് സർക്കാർ പറയുന്നു. പക്ഷേ ഈ ആത്മഹത്യാ കുറിപ്പ് ഒരു മരുന്നിന്റെ ബോക്സിൽ എഴുതി വെച്ചത് സർക്കാരാണ് ഉത്തരവാദി എന്നാണ്. അതിനെങ്ങനെയാണ് സർക്കാർ മനസ്സിലാക്കുന്നത്? അല്ല, ഇവിടെ ചർച്ചയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇൻട്രോ സ്മൃതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഇൻട്രോ തന്നെ എന്താണ് റിപ്പോർട്ടർ ചാനലിൻ്റെ നിലപാട് എന്ന് വ്യക്തമാക്കുന്നതാണ്. അപ്പോൾ ഞാൻ എന്തു പറഞ്ഞാലും അതിനെ ഒരു ന്യായീകരണമായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. എങ്കിലും ഞാൻ പറയുകയാണ്, നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തു തീർക്കേണ്ടതാണ്, യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തെല്ലാമാണ്, സാഹചര്യം എന്തെല്ലാമാണ് എന്ന് മന്ത്രി വിശദീകരിച്ചതിൽ നിന്ന് ഏതാനും ഭാഗം ഇവിടെ കൊടുത്തു, വിശദീകരിച്ചതിൽ നിന്ന് വ്യക്തമാകുകയും ചെയ്യും. നിലവിലുള്ള ഒരു ഗവൺമെൻറ്റിന്, തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക്, പ്രാദേശിക സർക്കാരുകൾക്ക് ഇങ്ങനെയെല്ലാം ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ സഹായിക്കാനാകും, അതിനെന്തെല്ലാം ചെയ്തു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള സൂചന അതിലുണ്ട്. അദ്ദേഹം എഴുതിയ കുറിപ്പിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ സർക്കാരാണ് ഇതിന് ഉത്തരവാദി എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത് പ്രയാസമാകുമെന്നാണ് സാധാരണ ഒരു സെൻസുള്ള ആരെ സംബന്ധിച്ചും മന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച വസ്തുതകളിൽ നിന്ന് മനസ്സിലാവുക. ശ്രീ പ്രേംകുമാർ, ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വിശദമായ സർക്കാരിന്റെ നിലപാട് നമുക്ക് വിശദീകരിക്കാം. പക്ഷേ ഒരാൾ തന്റെ ജീവൻ വെടിയാമെന്ന് തീരുമാനിക്കുന്നത് ഗതികെട്ട അവസ്ഥയിലാണ്. ആ ഗതികെട്ട അവസ്ഥയിൽ സർക്കാരാണ് ഉത്തരവാദി എന്ന് എഴുതി വെച്ച് മരിക്കുന്നത് സർക്കാരിനെ ഒന്ന് കുടുക്കിക്കളയാം എന്നുദ്ദേശിച്ച ഒരാൾ ആത്മഹത്യ ചെയ്യുമോ? അങ്ങനെയില്ല. അപ്പോൾ സർക്കാരാണ് ഉത്തരവാദി എന്ന് എഴുതി വെച്ചതിനെ സർക്കാർ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതൊരു ചെറിയ കാര്യമായി പറയുകയും ഈ പെൻഷനുമായി ബന്ധപ്പെട്ട കേന്ദ്ര അവഗണന വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഈ ജോസഫിന്റെ കാര്യത്തിലേക്ക് തന്നെ ഒന്ന് താങ്കൾ ആദ്യം വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജോസഫ് എന്തിനു മരിച്ചു? ജോസഫിന്റെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ജോസഫിന് നിലവിൽ 10 കിലോ അരി സൗജന്യമായിട്ട് ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഇന്ത്യയിൽ ഏറ്റവും കുറവ് അതിദരിദ്രരുള്ള സംസ്ഥാനം എന്ന നിലയിൽ കേരളം, പ്രാദേശിക സർക്കാരുകൾ, ഗവൺമെൻറ്റുകൾ എല്ലാം ഇടപെട്ട് നൽകുകയാണ്. അദ്ദേഹത്തിന് നിലവിൽ മരണത്തിലേക്ക് നയിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇതിനു മുമ്പ് 2 തവണ ആത്മഹത്യാ പ്രവണത കൃത്യമായി കാണിച്ചിട്ടുള്ളയാളാണ്. സ്വാഭാവികമായും നവംബർ മാസത്തിൽ, ഡിസംബർ മാസത്തിൽ അദ്ദേഹം പണം കൈപ്പറ്റിയിട്ടുണ്ട്. ജനുവരി മാസത്തിൽ ഏതാണ്ട് 28,000 രൂപ അദ്ദേഹം കൈപ്പറ്റിയതായിട്ട് പറയുന്നു. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ലഭിക്കേണ്ട കുടിശ്ശിക ഉൾപ്പെടെയുള്ള സംഖ്യയാണെങ്കിലും നവംബറിനാണ് അദ്ദേഹം പരാതി കൊടുക്കുന്നത്. നവംബറിൽ പൈസ കിട്ടുന്നുണ്ട്, ഡിസംബറിൽ പൈസ കിട്ടുന്നുണ്ട്, ജനുവരിയിൽ അദ്ദേഹം പൈസ മേടിക്കുന്നുണ്ട്. ഇങ്ങനെ ആത്മഹത്യയിലേക്ക് നയിക്കേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിനെ സംബന്ധിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന് അല്പം ഭൂമിയുണ്ട്, ഭൂമിക്ക് പട്ടയമുണ്ട്, കുറച്ച് ഭൂമിക്ക്. സ്വാഭാവികമായിട്ടും പ്രയാസം അനുഭവിക്കുന്ന ഒരു മനുഷ്യന് മരണത്തിലേക്ക് നയിക്കാനുള്ള ഒരു കാരണമായിട്ട് ഈ നിലവിലുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഇത് എത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് എൻ്റെ മാത്രം ഒരു ബോധ്യമായിട്ടല്ല. ധനകാര്യ വകുപ്പ് മന്ത്രി വിശദീകരിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ പൊതുസമൂഹത്തിനത് ബോധ്യമാകും. ഞാൻ പറയുന്നത് 5 സെന്റിൽ താഴെയുള്ള ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. നിലവിൽ ഒരു നിലയിലുള്ള സഹായവും തൊഴിലുറപ്പ് പണിക്ക് പോകാതെ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഒരാൾ ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് സ്വാഭാവികമായും അതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനാണ് എന്ന് പറയുന്നത് ശരിയാണോ? മാധ്യമം എന്ന നിലയിൽ, മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? അതാണ് പ്രാഥമികമായി ചെയ്യേണ്ടത്. ശ്രീ പ്രേംകുമാർ, എന്തിന് ആത്മഹത്യ ചെയ്തു എന്നുള്ള പരിശോധനയാണ് വേണ്ടത്. കൊടുത്ത കണക്കുകളൊക്കെ ഇങ്ങനെ പറയുന്നു എങ്കിൽ ഏത് രൂപത്തിലാണ് അതിൽ പോലീസ് അന്വേഷണം നടന്നത് കൂടി വ്യക്തമാക്കേണ്ടതുണ്ടല്ലോ. നിങ്ങൾ ആദ്യം തന്നെ ആ ഒരു തീരുമാനത്തിലെത്തുകയാണെന്ന് അത് മറിയക്കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഷംസുദ്ദീനിലേക്ക്. മറിയക്കുട്ടിയുടെ കാര്യമല്ലല്ലോ ഇവിടെ. അരി എത്ര എന്ന് ചോദിക്കുമ്പോ പയറഞ്ഞാടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞു മരിച്ചവരെയും അപമാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് സഭയിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അതാണ്. ഇത് കാഴ്ച കാണുന്ന ഒരു സാധാരണക്കാരന് മനസ്സിലാക്കുന്ന അതാണ്. താങ്കൾ പറഞ്ഞ സാമാന്യ ബുദ്ധി ഇല്ലാതെ ആയിരിക്കും. എന്നാൽ ഭൂരിഭാഗത്തിനും ആ സാമാന്യ ബുദ്ധി ഇല്ല എന്ന് വിചാരിക്കേണ്ടി വരും. കാരണം ആ ആത്മഹത്യാ കാരണം പരിശോധിക്കാതെ
സർക്കാർ എന്തൊക്കെ ചെയ്യുന്നു, പൊതുവിൽ എന്ത് ചെയ്യുന്നു എന്നുള്ള വിശദീകരിക്കാനാണ് നിങ്ങൾ മുഴുവൻ സമയം എടുത്തിട്ടുള്ളത്. അത് ഈ വിഷയത്തിൽ മാത്രമല്ല. തിരികെ എത്താം ശ്രീ പ്രേംകുമാർ. പൊതുവിലല്ല, ജോസഫിന് എന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദിക്കുന്നത്. അല്ല, ഞാനിങ്ങനെ സംസാരിക്കുന്ന ഓരോ ഘട്ടത്തിലും അത് അങ്ങനെ ഇടപെടുന്നത് ഒരു സുഖകരമായിട്ടുള്ള കാര്യമല്ല. എന്നാ പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള നിലപാടെല്ലാം പറഞ്ഞ് എനിക്ക് 3 മിനിറ്റ് ആണെങ്കിൽ 3 മിനിറ്റ് തന്നാ മതി. നിങ്ങൾ അനുവദിക്കുന്ന സമയം എത്രയാണോ നിങ്ങളുടെ നിലപാട്, നിങ്ങളുടെ നിലപാട്. ഞാൻ ഈ പറഞ്ഞതിൽ എന്താണ് ജോസഫിന് അപ്പുറത്തുള്ളത്? ജോസഫിന് എന്ത് സംഭവിച്ചു എന്ന ഏത് രൂപത്തിൽ ഞാൻ ഈ പറഞ്ഞതിൽ എന്താണ്? അതെ, ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള ഒരു കാരണമായി പെൻഷൻ മുടങ്ങിയതിനെ കാണാനാകില്ല. കാരണം അദ്ദേഹം നവംബർ മാസത്തിൽ പരാതി കൊടുക്കുന്നു. നവംബറിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള സഹായം ലഭിച്ചോ? ഡിസംബർ മാസത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സാമ്പത്തികമായ സഹായം ലഭിച്ചോ? ജനുവരി മാസത്തിൽ അദ്ദേഹം ഏതെങ്കിലും നിലയിൽ സംഖ്യ കൈപ്പറ്റിയോ? നിങ്ങൾ അന്വേഷിക്കണ്ടേ, മാധ്യമം എന്ന നിലയിൽ കൂടി. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം നവംബറിലും ഡിസംബറിലും ജനുവരിയിലും അദ്ദേഹം സംഖ്യ കൈപ്പറ്റിയതായിട്ട് കാണുന്നു. അതിൽ അങ്ങനെ സംഖ്യ കൈപ്പറ്റുന്ന ഒരു സാഹചര്യത്തോടൊപ്പം തന്നെ ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിക്കാതിരിക്കുന്നതിന് അദ്ദേഹത്തിന് സൗജന്യമായിട്ടുള്ള റേഷൻ അനുവദിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭിന്നശേഷിക്കാരായിട്ടുള്ള മകളുടെ പെൻഷനും അദ്ദേഹം തന്നെ വാങ്ങുന്ന സാഹചര്യം നിലവിലുണ്ട്. ഇത്തരമൊരു അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉള്ളതായി കാണുന്നില്ല. ഒരാൾ ഒരു കാരണം എഴുതി വെച്ചു എന്നതുകൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള നിങ്ങളെപ്പോലെയുള്ള വ്യത്യസ്ത നിലപാടുകളുള്ള ഒട്ടേറെ മാധ്യമ സ്ഥാപനങ്ങൾ, ആ മാധ്യമങ്ങൾ തന്നെ കണ്ടെത്തുകയുണ്ടായി ഇതൊരു ആത്മഹത്യക്കുള്ള കാരണമായി കാണാൻ കഴിയില്ല എന്ന് ധനകാര്യ വകുപ്പ് മന്ത്രിയോട് പറയുകയും ചെയ്യുന്നു. മറ്റൊന്ന്, 2.5 കൊല്ലത്തെ പെൻഷൻ ഇവിടെ മുടക്കം വരുത്തിയിട്ടുള്ള അനുഭവം കേരളത്തിലുണ്ട്. കുടിശ്ശിക വെച്ചിട്ട് ശ്രീ കെ പ്രേംകുമാർ, ഇതിന്റെ മറുവശവും കൂടി നമ്മൾ കണ്ടു പോകണമല്ലോ. ഇതിന്റെ മറുവശവും കൂടി നമ്മൾ സ്വാഭാവികമായിട്ടും ഡിസ്പ്യൂട്ടിലേക്ക് പിന്നെ വരുമായിരിക്കും. ശ്രീ കെ പ്രേംകുമാർ, ഒരു ഭാഗം മാത്രം കേട്ട് നമുക്ക് പോകാൻ കഴിയില്ലല്ലോ, മറുഭാഗവും കൂടി അറിയണമല്ലോ. You are watching Reporter Evening Show.